നമസ്തേ. ജ്യോതിഷമല്ല കേട്ടോ, മനസ്സിനും ശരീരത്തിനുമൊക്കെ പരമമായ ഒരാനന്ദം അനുഭവപ്പെടുന്ന അവസ്ഥയാണ് സുഖം എന്ന് പറയുക. ഈ പരമമായ സുഖം, പരമമായ സന്തോഷം എങ്ങനെ എപ്പോൾ ലഭിക്കും എന്നതാണ് ഇതെൻ്റെ അഭിപ്രായം കേട്ടോ, ചിന്താ വിഷയം. ഞാനും ചിന്തിക്കുന്നതാണ് ഈ പരമമായ ആനന്ദം. നമ്മുടെയുമൊക്കെ ആഗ്രഹം എപ്പോഴും സുഖകരമായ സ്ഥിതിയായിരിക്കണം, പരമമായ ആനന്ദമായിരിക്കണം എന്നാണ്. പക്ഷേ നമുക്ക് എല്ലാ ദിവസവും പരമമായ ആനന്ദം ലഭിക്കും. അതിനുള്ള അവസരവും ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. പരമമായ ആനന്ദം ലഭിക്കുന്നതിന് എല്ലാ ദിവസവും അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ നമുക്ക് നൽകുന്നുണ്ട്. ഈ അവസരങ്ങളെ നമ്മൾ വേണ്ട പൂർവ്വം ഉപയോഗിക്കാത്തതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരവസരത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റു, നമ്മളുടെ കർമ്മമണ്ഡലങ്ങളിൽ വ്യാപൃതമായി. നമ്മുടെ കർമ്മമണ്ഡലങ്ങളെല്ലാം സന്തോഷം നൽകുന്നതായിക്കൊള്ളുന്നില്ല. മനസ്സിന് പ്രയാസകരമായതായിരിക്കാം, മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നതായിരിക്കാം. അങ്ങനെ എല്ലാ രീതിയിലും വളരെയധികം ടെൻഷനും പ്രയാസവും ഒക്കെ വന്നാലും നമുക്ക് ശാന്തത അനുഭവപ്പെടണം. അങ്ങനെ ശാന്തത അനുഭവപ്പെടാൻ രാവിലെ എഴുന്നേറ്റ് കർമ്മനിരതമാകാൻ നമുക്ക് ഒരു ശാന്തി അനുഭവപ്പെടേണ്ടി വരും. ഈ ശാന്തി ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതാണ്. അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ശാന്തിയെ വേണ്ടപൂർവ്വം ഉപയോഗിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ അതെന്താണ് എന്നാണ് ഇന്ന് ഇവിടെ നമ്മൾ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ കേട്ടിട്ട് ഇത് കൃത്യമായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആവാം, പക്ഷെ കമൻറ്റ് നിങ്ങൾ ചെയ്യണം. ഇത് കേട്ടിട്ട് എല്ലാവരും, കേൾക്കുന്നവരെല്ലാം, നെഗറ്റീവായിക്കോട്ടെ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മൾക്ക് ഏറ്റവും പരമമായ ആനന്ദം ലഭിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ സുഖകരമായ ഉറക്കം അനുഭവപ്പെടുമ്പോഴാണ്. നമ്മൾ ഉറങ്ങുന്ന സമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊന്നും അറിയുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല. ഒന്നും അറിയാത്ത അത്ര സുഖകരമായ അവസ്ഥ വേറെ ഒന്നുമില്ല. ശാന്തമായി, സമാധാനമായി, സുഖമായി ഉറങ്ങാൻ നമ്മളെന്തിനാ വീട് പണിയുക? നമ്മളെന്തിനാ സ്വസ്ഥമായ ഒരു സ്ഥലം എവിടെയെങ്കിലും ചെല്ലുമ്പോൾ റൂം എടുക്കുക? വെറുതെ ഒന്ന് കിടക്കാനൊന്നുമല്ല, ശാന്തമായി സമാധാനമായി ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. പക്ഷേ ഇന്ന് പലർക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഉറക്കം ലഭിക്കുന്നില്ല, വേണ്ടതുപോലെ ഉറക്കം ലഭിക്കുന്നില്ല എന്നതാണ്. അങ്ങനെ ഉറക്കം ലഭിക്കാത്ത ദിവസം രാവിലെ സന്തോഷം ഉണ്ടാവില്ല, ആനന്ദം ഉണ്ടാവില്ല, ആകെ മൂഡൗട്ടായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും, കാണുന്നതെല്ലാം ദേഷ്യമായിരിക്കും. എവിടെ തിരിഞ്ഞാലും എന്ത് കണ്ടാലും ഒന്നും നമ്മുടെ കണ്ണിൽ വേണ്ടതുപോലെ തോന്നില്ല. കാരണം എന്താ? ഉറക്കം ശരിയല്ല. ഈ ഉറക്കം ശരിയാവാൻ നമ്മൾ സ്വയം തീരുമാനിക്കണം. അല്ലാണ്ട് മറ്റുള്ളവർക്ക് ആർക്കും നമ്മൾ ഉറക്കം നൽകാൻ പറ്റില്ല. ടാബ്ലറ്റ് കഴിച്ചുള്ള ഉറക്കമല്ല ഞാനീ പറയുന്നത്. പലരും ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ടാബ്ലറ്റ് കഴിച്ചിട്ടുള്ള ഉറക്കം ആനന്ദപൂർണമായ ഉറക്കമല്ല, സുഖപൂർണമായ ഉറക്കമല്ല. അത് അങ്ങനെ ഉറങ്ങുന്നുമില്ല, ഒരു മയക്കമാണ്, ശരീരത്തിനൊരു ക്ഷീണമാണ്, എഴുന്നേക്കാൻ പറ്റുന്നില്ല, മയങ്ങിക്കിടക്കുന്നു എന്നൊഴികെ ആനന്ദപൂർണമായ, സുഖകരമായ, ശാന്തമായ ആ ഉറക്കം അത് സ്വയം നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം. ഒരുപാട് സമയമൊന്നും കിട്ടണമെന്നില്ല, ഒരു 2, 3, 4 മണിക്കൂർ കിട്ടിയാൽ മതി. ശാന്തമായ ഉറക്കം ഒരു 4 മണിക്കൂർ കിട്ടിയാൽ നമ്മളുടെ കർമ്മനിരതമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ധാരാളം മതി. അത് കിട്ടാത്തതാണ് പ്രശ്നം. അതിന് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. ടെൻഷൻ ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും,
എന്നാൽ നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നോക്കി, നല്ല ഒരു ഉറക്കം കഴിഞ്ഞിട്ടൊന്ന് എഴുന്നേറ്റ് നോക്കി, നമ്മുടെ എല്ലാ ചിന്തകളെയും പോസിറ്റീവായ രീതിയിൽ തിരിഞ്ഞു പോരുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പരിഹാരമില്ലെന്ന് ചിന്തിച്ച് കിടന്നിട്ട് നല്ലൊരു ഉറക്കം കിട്ടി എണിച്ചാൽ ആ പരിഹാരമില്ലാത്ത കാര്യത്തിൻ്റെ പരിഹാരം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞ ഒരു പ്രശ്നം വളരെ ലളിതമായി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പരിഹരിക്കാനുള്ള മാർഗം തെളിഞ്ഞു കിട്ടുന്നതായിട്ട് കാണാം. പക്ഷേ നമുക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം, അതാണ് വേണ്ടത്. ആ ഉറക്കം ശരിക്കും ഒരു പരമാനന്ദം തന്നെയാണ്. ഒരു ചിന്തകളെയും ബാധിക്കാതെ, ഒന്നും അറിയാതെ ആനന്ദകരമായ ഉറക്കം. ആ ഉറക്കം തന്നെയാണ് പരമമായ ആനന്ദം. നമുക്ക് നിത്യവും കിട്ടുന്ന പരമമായ ആനന്ദം ആ ഉറക്കം തന്നെയാണ്. ആ ഉറക്കത്തിൽ യാതൊരു അല്ലലും നമ്മൾ അറിയുന്നില്ല. നമുക്ക് ആരോടും വിദ്വേഷമില്ല, നമുക്ക് ആരോടും സ്നേഹമില്ല, പരിഭവങ്ങളില്ല, വ്യാകുലതകളും ആകുലതകളുമില്ല. നാളെയോ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളില്ല. നമ്മുടെ ഇന്നലെകൾ നമ്മുടെ കയ്യിലില്ല. അല്പം മുമ്പ് വരെ ഉണ്ടായ വസ്തുക്കൾ പോലും ആ ഉറക്കത്തിൽ നമ്മെ സ്വാധീനിക്കുന്നില്ല. ഉറക്കത്തിൽ നമ്മെ സ്വാധീനിക്കുന്നില്ല. ഉറക്കത്തിൽ സ്വാധീനിക്കുന്നില്ല എന്നല്ല, ഉറക്കത്തിൽ നമ്മെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെ പരമമായ ഒരു ശാന്തമായ അവസ്ഥ, പരിപൂർണമായ അവസ്ഥ നമുക്ക് ലഭിക്കുന്നത് ഉറക്കത്തിലാണ്. ആ ഉറക്കം പല രീതിയിൽ ആചാര്യന്മാർ പറയുന്നുണ്ട്. ബോധപൂർവമായ ഉറക്കം, ധ്യാനം. കണ്ണടച്ചിരുന്ന് നമ്മുടെ മനസ്സിനെ നമ്മുടെ പിടിയിൽ ഒതുക്കിക്കൊണ്ട് നമുക്ക് ആനന്ദപൂർണമായ വസ്തുക്കളെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുക, അതാണ് ധ്യാനം. നമ്മുടെ മനസ്സിനെ ആനന്ദപൂർണമാക്കുന്ന രൂപത്തെ, നമ്മുടെ മനസ്സിനെ സന്തോഷകരമാക്കുന്ന രൂപത്തെ, നമ്മുടെ മനസ്സിനെ ആനന്ദപൂർണമായി നിർത്തുന്ന ആ പരമമായ പദത്തെ ഒക്കെ നമ്മുടെ ഇച്ഛാനുസരണം നമുക്ക് കാണുന്നതാണ് ധ്യാനം. ആ ധ്യാനത്തിലൂടെ ആനന്ദം കണ്ടെത്താൻ മണിക്കൂറുകൾ ഇരിക്കാൻ നമുക്ക് കഴിയും. പൂജ കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് ധ്യാനം, അതിനൊക്കെ വേണ്ടിയാണ് ഈശ്വരാർപ്പിതമായ ധ്യാനം. അതൊക്കെ കുറച്ചുയർന്ന പടിയാണ്. പക്ഷേ ഏറ്റവും സാധാരണമായ ജനത്തിന് കഴിയുന്ന ആ ആനന്ദകരമായ അവസ്ഥ ഉറക്കം തന്നെയാണ്. ഈ ഉറക്കത്തിന് ഇപ്പം എന്ത് ചെയ്യാം? ഇന്ന് പലപ്പോഴും ഉറക്കം പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ആ ഉറക്കം ലഭിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം. പകലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രയാസമാണ്. പകൽ നമ്മുടെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. ഉറങ്ങാൻ പകൽ ഉപയോഗിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല, പകൽ ഉപയോഗിക്കാം. ഇപ്പോൾ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ കയറുന്ന ആളുകൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പം ഉറങ്ങാൻ എപ്പോഴാണോ നമുക്ക് ഈ ആധുനിക യുഗത്തിൽ നമുക്ക് അനുയോജ്യമായ സൗകര്യം വരുന്നത് അപ്പോൾ ഉറങ്ങുക. ആ ഉറങ്ങുമ്പോൾ നമുക്ക് ശാന്തത കൈവരിക്കാനുള്ളൊരു മാർഗം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നുള്ളതാണ്. നാമം ജപിക്കുന്നവർക്ക് നാമം ജപിക്കാം, ഈശ്വരാരാധന കഴിയുന്നവർ ഈശ്വരാരാധന നടത്താം. അതെല്ലാം കഴിഞ്ഞ് ശാന്തമായിരിക്കുക. നമുക്ക് വെറുപ്പും വിദ്വേഷമൊക്കെ പലരോടും ഉണ്ടാവും. നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ വേണ്ട. ഉറങ്ങി എഴുന്നേറ്റാലല്ലേ നാളത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. ഉറങ്ങി നമ്മൾ എഴുന്നേറ്റാലല്ലേ നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടുള്ളൂ. ഈ ഉറക്കത്തിൽ എഴുന്നേക്കും നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. കാരണം നമ്മളല്ല തീരുമാനിക്കുക. ആ അടുത്ത നിമിഷം എന്താണെന്ന് അറിയില്ലാത്ത നമ്മളാണ് നാളെയും നാളെ കഴിഞ്ഞത്തും അതിൻ്റെ പിറ്റേ ദിവസത്തെയും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആകുലമാവുന്നത്. ഒരു പ്ലാനിങ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നാളെക്കുറിച്ച് നമുക്കൊരു പ്ലാൻ ആവാം, അതിനെക്കുറിച്ചുള്ള ആകുലത വേണ്ട. കാരണം നാളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഒരു പ്ലാൻ വേണം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു പോകാം. നാളെ എനിക്ക് ഭഗവാൻ അവസരം നൽകിയാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്, അത് മതി. ആ ആകുലതയില്ലാതെ ആ പ്ലാൻ നിർത്തിയാൽ, ആ പ്ലാൻ ചെയ്ത് നിർത്തിയാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെടും. ഇത് ആകുലതയാണ്. നാളെ നേരം വെളുത്താൽ എന്താകും, നാളെ നേരം വെളുത്താൽ എന്ത് സംഭവിക്കുക, ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. നാളെ എഴുന്നേക്കാൻ പറ്റുമെന്ന് അറിയില്ലാത്ത നമ്മളാ നാളത്തെ കാര്യം പൂർത്തീകരിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് ചെയ്യാം. നമുക്ക് നാളത്തെ പ്ലാൻ കറക്റ്റ് ചെയ്യാം. നാളെ എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കി വയ്ക്കാം. എന്നിട്ട് അത് ഭഗവാൻ അനുവദിച്ചാലല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അനുവദിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാം. അതിൻ്റെ പ്ലാനൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ ഒരു സുന്ദരമായ ദിവസം നമുക്ക് ഭഗവാൻ തരുവാണോ, നമ്മൾ ആ പ്ലാൻ അനുസരിച്ച് പോകും. എത്രയോ പ്ലാനുകളായിട്ടാണ് ആളുകൾ രാവിലെ റോഡിലേക്ക് ഇറങ്ങുക. റോഡിൽ കയറി ഒരു അരമണിക്കൂർ യാത്ര ചെയ്തപ്പോൾ വാഹനം ഇടിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്ലാനുകളും തീർന്നു. എത്ര ആകുലപ്പെട്ടിട്ടായിരിക്കും. തലേദിവസം ഉറങ്ങാതിരുന്ന് ചിന്തിച്ച് തയ്യാറാക്കി വെച്ച കാര്യങ്ങളായിട്ടായിരിക്കും രാവിലെ പോയത്. ഇടിക്കാതിരിക്കുമോ? സുഖമായി ഉറക്കം കിട്ടാതെ പോയാൽ ഇടിക്കാതിരിക്കുമോ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ ആകുലതപ്പെടുത്തണ്ട, ശാന്തമാക്കുക, സമാധാനമാക്കുക. ഇതിനെന്താണ് വിധി? എല്ലാ മതങ്ങളും പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരാധിക്കുന്നു. അതാത് മതത്തിലെ ആരാധനക്രമങ്ങൾ ഉപയോഗിച്ചാൽ മതി. ശാന്തമായിരുന്ന് ആ നാമം ജപിച്ചിട്ട് എല്ലാം അങ്ങടെ ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങുക. എല്ലാം അങ്ങടെ ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങുക. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഇന്ന പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നാളെ അനുവദിച്ചാൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങുക. നമുക്കൊരു റിസ്ക്കും ഇല്ല. കാരണം നമ്മുടെ റിസ്ക് ഒന്നല്ല ഇവിടെ. ഒരു റിസ്ക്കും ഇല്ല. നമുക്ക് പ്ലാനിങ് ഉള്ളൂ. ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇന്നതൊക്കെ ചെയ്യണം എന്ന ഒരു ഇതേ ഉള്ളൂ. അത് ചെയ്യാൻ അനുവദിച്ചാലല്ലേ നമുക്ക് കാര്യങ്ങളുള്ളൂ. ചെയ്യാൻ അനുവദിക്കില്ല നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ചെയ്യാൻ അനുവദിച്ച് അങ്ങോട്ട് പോകും. ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കും. ഈ ഒരു സമീപനത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് തീരുമാനിക്കണം. ഒരിക്കലും അമിതമായി ചിന്തിക്കാതിരിക്കുക. നിത്യവും ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈല്, ടി വി, ഈ വക സാധനങ്ങളെ അങ്ങോട്ട് ഒഴിവാക്കുക കുറേ നേരത്തേക്ക്. അതൊന്നും നമ്മുടെ ചിന്തയിൽ വേണ്ട. അതൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കുക. നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടിയുള്ളതാണിത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ. ആ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞ് നമുക്ക് ഉറങ്ങാനുള്ള സമയത്തിന് കുറച്ച് നേരം മുമ്പ് നമുക്ക് വേണ്ടത് ശാന്തമായ അന്തരീക്ഷമാണ്, സുഖമായി കിടക്കാനുള്ളൊരു അന്തരീക്ഷമാണ്. അതിന് ഇതൊക്കെ തടസ്സമാണ്. ടി വി തുറന്നാൽ കിട്ടുന്ന വാർത്ത മനസ്സമാധാനമുള്ളതല്ലേ? പേപ്പർ വായിച്ചാൽ മനസ്സമാധാനമുള്ളതല്ലേ? അപ്പോൾ നമുക്ക് മനസ്സമാധാനമുള്ളതായതായ കിട്ടേണ്ടത്. അതിനൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഭഗവാനെ ചിന്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട്, നാരായണ ജപിച്ചുറങ്ങിക്കോളൂ എന്ന്, അല്ലെങ്കിൽ നമശിവായ ജപിച്ചുറങ്ങിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത ഏതാണോ ആ ഇഷ്ടദേവതയുടെ നാമം ഒരു 10 മിനിറ്റ് കട്ടിലിരുന്ന് ജപിച്ചാൽ മതി. നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ ഇരുന്ന് അങ്ങോട്ട് ജപിക്കുക, അല്ലെങ്കിൽ കിടന്ന് ജപിക്കുക. എല്ലാ ആകുലതകളെയും മാറ്റി വയ്ക്കുക. ഞാൻ എൻ്റെ പണികളെല്ലാം നാളെ ചെയ്യേണ്ടത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായും ചെയ്തു വെക്കണം. നാളെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ചൊരു പ്ലാനിങ് തയ്യാറാക്കി വെക്കണം. അത് പ്രായോഗികമാക്കുക നമ്മുടെ ഡ്യൂട്ടിയല്ല, പ്ലാനിങ് തയ്യാറാക്കുക മാത്രം. ആ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ ഞാൻ സുഖമായിട്ട് കിടക്കുന്നു. നാമം ജപിക്കുക, ശാന്തമായിട്ട് കിടക്കുക, സുഖമായിട്ട് ഉറങ്ങും. ആ ഉറക്കമാണ് നമുക്ക് നൽകുന്ന പരമാനന്ദം. ആ പരമാനന്ദത്തെ ആസ്വദിക്കാതിരിക്കരുത് ഒരിക്കലും നിങ്ങൾ. ആ പരമാനന്ദത്തെ ആസ്വദിക്കാതിരിക്കരുത് ഒരിക്കലും നിങ്ങൾ. കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിട്ട് അതിനെ ആസ്വദിക്കാതിരിക്കരുത്. എത്ര കലഹങ്ങൾ വന്നാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നന്നായിട്ട് ഉറങ്ങണം. ആ ആനന്ദത്തെ സ്വീകരിക്കുക തന്നെ ചെയ്യണം. ആ പരമാനന്ദമാണ് നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ ഊർജത്തെ നമുക്കായി നൽകുന്നത്. അതുകൊണ്ട് അതിനെ സ്വീകരിക്കുക. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഉറക്കത്തിന് വേണ്ടി സഹായിക്കും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഇതൊന്ന് കേൾക്കുന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഉറക്കത്തിന് സഹായിക്കുന്നതാണ്. അത് കേട്ടു നോക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നമസ്തേ.